അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ അരികിലേക്ക് വരുന്ന ക്ലയൻസുകളിൽ ഇസ്ലാമിക വിശ്വാസികളായ ക്ലയൻസിനോട് ഞാൻ പ്രധാനമായി പറയുന്ന ഒരു വിഷയമുണ്ട്. അതാണ് ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, ഒരു സ്രഷ്ടാവിൽ വിശ്വസിക്കുന്നവരാണ്. ആ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ അംഗീകരിക്കുന്നവരാണ് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, നവകാല സാഹചര്യത്തിൽ, പുതിയ കാല സാഹചര്യത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളിൽ കുറേ ആളുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ അംഗീകരിക്കുക, അത് ഉൾക്കൊള്ളുക, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ സംതൃപ്തരാവുക എന്ന വിഷയത്തിൽ കാതം അകലെയാണ്, വളരെയേറെ പിന്നാക്കം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സമാധാന സമ്പൂർണമായി പോകേണ്ട മുസ്ലിം വീടുകളിൽ നിന്നും സൂയിസൈഡ് മെൻറ്റാലിറ്റി ഉള്ളവരുടെ എണ്ണം കൂടുന്നത്, മെൻ്റൽ ഡിസോർഡറിലേക്ക് ആളുകൾ പോകുന്നത്, ഡിപ്രഷനിലേക്ക് ആളുകൾ പോകുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ച വിഷയങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. ഈമാൻ കാര്യം 6 എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഈമാൻ കാര്യത്തിലെ 6ാമത്തെ കാര്യമാണ് അൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ജയപരാജയങ്ങൾ, സുഖദുഃഖങ്ങൾ, കയറ്റമിറക്കങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാനപ്രകാരം മാത്രമേ നടക്കുകയുള്ളൂ എന്ന ആ ഉത്കടമായിട്ടുള്ള വിശ്വാസം, ആ വിശ്വാസത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. പുതിയ കാല സാഹചര്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ നിരാശ സംഭവിച്ചവർ, കോൺഫിഡൻസ് നഷ്ടപ്പെട്ടവർ, ആത്മഹത്യാ ചിന്തകൾ രൂപപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, മുൻഗാമികളായ പ്രവാചകന്മാർ, മുൻഗാമികളായ നമ്മുടെ നേതാക്കൾക്കൊക്കെ ഒട്ടനേകം പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അധികം പരീക്ഷണം നേരിട്ടവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അടുപ്പക്കാരായ പ്രവാചകന്മാർ. നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ സത്യം, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല, അവൻ ഏകനാണ്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ലോക സത്യം പറഞ്ഞതിൻ്റെ പേരിൽ സ്വന്തം കുടുംബങ്ങൾ ബഹിഷ്കരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ജീവിച്ച നാട് വിടേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ പല പ്രവാചകന്മാർക്കും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്, രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പല പ്രവാചകന്മാരെയും കൽത്തുറുങ്കിൽ അടക്കപ്പെട്ടിട്ടുണ്ട്, പല ആരോപണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ചരിത്രമാണെങ്കിൽ എന്തുകൊണ്ടാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ജീവിതം അവസാനിപ്പിക്കുകയാണ്, നിരാശയിലേക്ക് ആണ്ടുപോവുകയാണ്, ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ്? അതുകൊണ്ട് ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ കാരണവന്മാർ എത്രമാത്രം ദൃഢമായ ഈമാൻ ഉണ്ടായിരുന്നു അവർക്ക്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഈമാൻ ആർജിച്ചെടുക്കുന്ന വിഷയത്തിൽ പുതിയ സമൂഹം ആ പഴയ തലമുറയെ കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു. എല്ലാം അള്ളാഹുവിൻ്റെ മുൻനിശ്ചയപ്രകാരം മാത്രമേ എന്തും ഈ ഭൂമിയിൽ സംഭവിക്കുകയുള്ളൂ, ഈ ലോകത്ത് സംഭവിക്കുകയുള്ളൂ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ എന്ന ആ ഉറച്ച ബോധ്യത്തോടുകൂടെ നമ്മൾക്ക് മുന്നോട്ട് പോകാം.